ഈ ഡെവലപ്ഡ് കൺട്രീസും അൺഡെവലപ്ഡ് കൺട്രീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെവലപ്ഡ് കൺട്രീസ് ആയി ജപ്പാൻ, ചൈന ഇതുപോലത്തെ കൺട്രീസ് ആണെങ്കിൽ അവർ ഏറ്റവും മോട്ടീവ് ചെയ്യുന്ന അവരുടെ ജനങ്ങളുടെ ആരോഗ്യം, ഓക്കെ, രണ്ടാമത് കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ, വേറെ സമയം, ഈ മൂന്ന് കാര്യമാണ് അവർ ഏറ്റവും മോട്ടീവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും പരിണാമ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം 1,00,000 പേരാണ് 100 വയസ്സ് കഴിഞ്ഞവർ, ഓക്കെ, ആരോഗ്യമുള്ള 100 വയസ്സ് കഴിഞ്ഞവർ ആഘോഷിച്ചു. അപ്പോൾ അൺഡെവലപ്ഡ് കൺട്രീസ്, അതായത് ആ ഒരു അഴുക്ക് കുളത്തി കിടക്കുന്ന പുഴുക്കളായിട്ട് കാണുന്ന ആ ഒരു രാജ്യത്തിലെ ആൾക്കാർ, അതായത് അവരെ ഭരിക്കുന്നതും പുഴുക്കൾ തന്നെ, അവിടെ ഭരണപ്പെടുന്നതും പുഴുക്കൾ തന്നെ, പ്രതികരിക്കാത്ത യങ്സ്റ്റേഴ്സും പുഴുക്കൾ തന്നെ, അതായത് പുഴുക്കളിൽ നിന്ന് പുഴുക്കൾ ഉണ്ടായി വരുന്ന ഒരു രാജ്യം, അതാണ് അൺഡെവലപ്ഡ് കൺട്രീസ്, ഇന്ത്യ ഇതുപോലത്തെ രാജ്യങ്ങൾ. ഓക്കെ, അപ്പൊ അവിടെ പറ്റുന്ന വരുന്നല്ല, അവർ പണമായിട്ട് നോക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ജാതി വേർപാട്, മതവിദ്വേഷം, ഇതെല്ലാമായിരിക്കും അവരുടെ ഏറ്റവും മോട്ടീവ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഉള്ള പുഴുക്കളെ നശിപ്പിക്കാൻ വളരെ എളുപ്പം തന്നെയാണ്. അപ്പൊ വേറൊന്നുമല്ല, അതിന് പരിണതഫലം ആ പുഴുക്കൾ തന്നെ അനുഭവിക്കും. അതായത് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പ്രശ്നം ഉണ്ടാവും, ക്യാൻസർ വരും, ഈ പറയുന്ന അറ്റാക്ക് വരും, എന്റെ പ്രായമുള്ളവരെല്ലാം കുഴഞ്ഞുകൂടി മരിക്കുന്നു. അതായത് അറിവില്ലല്ലോ, ആ ഒരു അറിവ് പകരാനാണ് റിലാക്സോസ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ശരീരം എന്താണ്, മനസ്സെന്താണ്, ആത്മാവ് എന്താണ്, ഇതെല്ലാം അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഉയരാൻ സാധിക്കൂ. അല്ലെങ്കിൽ എപ്പോഴും പുഴുവായിട്ട് തന്നെ ഇങ്ങനെ ജീവിച്ച് മരിക്കേണ്ടി വരും. അപ്പൊ എന്തായാലും ഞാൻ വന്നല്ലോ, ഞാൻ വന്നു കഴിയുമ്പോൾ എനിക്ക് പുഴുവാൻ പറ്റില്ല, എന്റെ കുഞ്ഞുങ്ങളെ പുഴുവാക്കാൻ പറ്റില്ല. ഓക്കെ, ഇതുവരെ പുഴുവായാലും എല്ലാവരും നശിച്ചു പോട്ടെ, കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, നശിച്ചവരും നശിച്ചേ പറ്റൂ. അപ്പോ അങ്ങനെ പോട്ടെ. അപ്പൊ റിലാക്സ് ഫോഴ്സ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് അവർ എൻഹാൻസ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ ആരോഗ്യമാണ്. അതായത് വരാൻ പോകുന്ന തലമുറ ആരോഗ്യം, ഈ പറയുന്ന വേസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അല്ല, ജാതി വേർപാടും മതവിദ്വേഷമുള്ള ആൾക്കാരുടെ അല്ല, അതായത് LDF UDF BJP എന്ന് പറഞ്ഞ അപ്പന്മാരുടെ അല്ല, അവരെല്ലാം മരിച്ചു തന്നെ പോകണം, അവരെല്ലാം ആയുസ് വളരെ കുറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അവരെല്ലാം പോട്ടെ. പക്ഷെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ശുദ്ധമായ ഒരു ആരോഗ്യം ഇവിടെ നൽകണമെങ്കിൽ ശുദ്ധമായ പ്രാണവായു വേണം. നമുക്ക് ഈ ഹാർട്ട്, ലങ്സ്, ഡൈജസ്റ്റീവ്, ഈ പറയുന്ന ക്യാൻസർ, ഇതെല്ലാം ബയോളജിക്കൽ നെയിംസ് ആണ്, അത് മനുഷ്യരിട്ടതാണ്. നമുക്ക് വേണ്ട ശുദ്ധമായ പ്രാണം, അല്ലെ, ശുദ്ധമായ പ്രാണം വേണം, അതിൽ ഫൈറ്റോൺസൈഡ്സ് ഉണ്ടാവണം, അതോടൊപ്പം ശുദ്ധമായ ഭക്ഷണം വേണം, ബയോമാഗ്നറ്റ്സ്, എല്ലാ സ്ഥലത്തും നമുക്ക് ന്യൂട്രീഷൻസ് എത്തിക്കണം. അതോടൊപ്പം നമുക്ക് നമ്മുടെ ലൈഫ് ഫോഴ്സ്, നമ്മുടെ സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡ്, ബയോമാഗ്നറ്റിസം, ഇതെല്ലാം നല്ല രീതിയിൽ നോക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മൈൻഡ്, ക്രിട്ടിസൈസ് ചെയ്യാത്ത മൈൻഡ്, ഇതെല്ലാം ബിഗ് ബോസ് എല്ലാം പറഞ്ഞ് നമ്മുടെ മൈൻഡിലെല്ലാം നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പരസ്പരം ആൾക്കാർ തല്ലുന്നതും കൊല്ലുന്നതും കാണാനാണ് നമുക്ക് ഇഷ്ടം. ഓക്കെ, ഇപ്പൊ സുഡാനിലെല്ലാം ഭരിക്കുമ്പോൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു പറയുന്നു, പക്ഷെ അവിടെ ഒരിക്കലും മനുഷ്യനെ കൊല്ലുന്നു അവർ പറയില്ല. അപ്പൊ ഇതെല്ലാം മീഡിയ വഴി നമ്മുടെ തലയിലുള്ളിലായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന വിഷമാണ്. അപ്പൊ ആ വിഷം കട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ശുദ്ധമായ ഒരു ജീവിത സാഹചര്യം ഇവിടെ ഒരുക്കണം. ഓക്കെ, ഒരു ജാതിയും ഇല്ല, ഒരു മതവും ഇല്ല, മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കണം, മൃഗങ്ങൾ മൃഗങ്ങളായിട്ട് ജീവിക്കണം, ആ രീതിയിൽ രണ്ടും കൂടി മിക്സ് ആവണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെ ആവാൻ വേണ്ടി വളരെ എളുപ്പം തന്നെയാണ്. അതിന് വേണ്ടിയുള്ള എല്ലാവിധ പദ്ധതികളും ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ ഒരു ഭൂമി മാറ്റം എന്നുള്ളത് എന്റെ ദൃഢമായ പ്രതിജ്ഞ തന്നെയാണ്. ഓക്കെ, അതായത് ഞാൻ എന്തായാലും വന്നു കഴിഞ്ഞല്ലോ, അപ്പൊ എനിക്ക് എന്തായാലും ഇങ്ങനെ മാറ്റിയേ പറ്റൂ, കാരണം അതെന്റെ ഒരു കടമയാണ്. ഓക്കെ, സന്തോഷം സമാധാനം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വർഗരാജ്യം തന്നെ ഇവിടെ വന്നു. ഓക്കെ, എന്റെ കുഞ്ഞുങ്ങളെല്ലാം നല്ല സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കണം. അപ്പൊ അതെന്തായാലും ചെയ്യാം, നോ ഇഷ്യൂ, കാരണം അതെന്നെ കൊണ്ട് പറ്റും. ഓക്കെ, എനിക്ക് ആരും സപ്പോർട്ട് കാര്യമൊന്നും വേണ്ടി വരില്ല.